കരടിയെ പോലെയുള്ള മനുഷ്യൻ ഈ ലോകത്ത് ജീവിച്ചിരുന്നു. രാമായണ കഥയിലെ വളരെ നിഗൂഢതകൾ നിറഞ്ഞ ജാംബവാൻ കരടിയുടെ തലയിൽ മനുഷ്യനെ പോലെ സംസാരിക്കുന്നവനുമാണ്. ഹൈന്ദവ പുരാണത്തിൽ കൃഷ്ണനെയും രാമനെയും കണ്ടിട്ടുള്ള ജാംബവാൻ 6 മന്വന്തരങ്ങൾ കടന്ന് ഇന്നും ജീവിക്കുന്നു എന്ന് പറയപ്പെടുന്നു. രാമായണ കഥയിൽ സുഗ്രീവന്റെ വിശ്വസ്തനായ ഉപദേശകനായിരുന്ന ജാംബവാൻ സീതാദേവിയെ കണ്ടെത്തുന്നതിൽ നിർണായകമായി പങ്കുവഹിച്ചിട്ടുണ്ട്. മഹാഭാരത കഥയിൽ കൃഷ്ണനും ജാംബവാനും ഒരു സംഘട്ടനത്തിൽ ഏർപ്പെടുകയും തൻ്റെ എതിരാളി മറ്റാരുമല്ല, ത്രേതായുഗത്തിൽ ജീവിച്ച ദശരഥപുത്രനായ രാമൻ തന്നെയാണെന്ന് മനസ്സിലാക്കിയ ജാംബവാൻ കൃഷ്ണനെ വണങ്ങി സമന്തകരത്നം സമ്മാനമായി നൽകി. മകളെ വിവാഹം നൽകി കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് ജാംബവതി കൃഷ്ണപത്നിയായത്. ഗുജറാത്തിലെ പോർബന്തറിൽ ഇന്നും ഒരു ചരിത്ര സാക്ഷിയായി ഈ സംഘടന നടന്ന ഗുഹ നിലനിൽക്കുന്നു. മഹാരാഷ്ട്രയിലെ ജാമന്തയിൽ ഒരു ഗുഹാക്ഷേത്രത്തിൽ പ്രധാന ദേവനായി ആരാധിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട് ജാംബവാൻ. ഒരുപക്ഷെ പരിണാമങ്ങളിലൂടെ നഷ്ടപ്പെട്ടു പോയ ഒരു ജീവവർഗമാണോ ജാംബവാൻ പ്രതിനിധാനം ചെയ്യുന്നത്? പഠിക്കേണ്ടിയിരിക്കുന്നു. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്?